ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CPT മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ വരുന്ന ആർത്രോസ്കോപ്പിയുടെ അണ്ടറിൽ ആർത്രോസ്കോപ്പി ഓഫ് നീ എന്നുള്ള ടോപ്പിക്കാണ്. What is arthroscopy? It is a procedure for diagnosing and treating joint problems. A surgeon inserts a narrow tube attached to a fiber optic video camera through a small incision about the size of a buttonhole. The view inside your joint is transmitted to a high definition video monitor. Arthroscopy എന്ന് പറയുന്നത് is a type of endoscopic procedure where joints ആണ് എക്സാമിൻ ചെയ്യുന്നത്. സോ ഇവിടെ ജോയിൻസിലുള്ള എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ബേസിസിലുമാണ് ആർത്രോസ്കോപ്പി പെർഫോം ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു നാരോ ട്യൂബ് വിത്ത് വീഡിയോ ക്യാമറ അറ്റാച്ച്ഡ് ആണ്. ഒരു സ്മോൾ ഇൻസിഷനിലൂടെ നമ്മുടെ ജോയിൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതൊരു ബട്ടൺ ഹോളിൻ്റെ സൈസിലേ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ക്യാമറയിലൂടെ കാണുന്നത് പിക്ചറൈസ് ചെയ്ത് കാണുന്നത് ഹൈ ഡെഫിനിഷൻ വീഡിയോ മോണിറ്ററിലായിരിക്കും. സോ ഇങ്ങനെയാണ് ആർത്രോസ്കോപ്പിക് പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെനിസ്കസ് ആണ്. ദ മെനിസ്കസ് ഈസ് എ C-shaped piece of cartilage in the knee joint that acts as a shock absorber between the thigh bones and the shin bone. അപ്പോൾ നമ്മുടെ ഫീമർ ടിബിയയുടെ ഒക്കെ ഇൻ ബിറ്റ്വീൻ കാണുന്ന, അതായത് നീ ജോയിൻറ്റിൽ ഇൻ ബിറ്റ്വീൻ കാണുന്ന C-shaped പീസ് ഓഫ് കാർട്ടിലേജിനെയാണ് മെനിസ്കസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫീമറിൽ നിന്ന് നീ ബോൺ അല്ലെങ്കിൽ പാറ്റലയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഏരിയയിലും അതുപോലെ തന്നെ നമ്മുടെ ടിബിയയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഏരിയയിലൊക്കെയാണ് ഇത് കാണുന്നത്. ദർ ആർ 2 മെനിസ്കൈ ഇൻ ഈച്ച് നീ. ഒരു കാൽമുട്ടിൽ അല്ലെങ്കിൽ ഒരു നീയിൽ നമുക്ക് 2 മെനിസ്കൈസ് ആണുള്ളത്. മീഡിയൽ മെനിസ്കസ് ഓൺ ദി ഇന്നർ സൈഡ് ആൻഡ് ദി ലാറ്ററൽ മെനിസ്കസ് ഓൺ ദി ഔട്ടർ സൈഡ്. ഉള്ളിൽ ഇന്നർ സൈഡിൽ മീഡിയൽ മെനിസ്കസും ഔട്ടർ സൈഡിൽ ലാറ്ററൽ മെനിസ്കസും ആണുള്ളത്. ഇൻ എ നീ, ഒരു നീയിലാണ് ഒരു മീഡിയൽ മെനിസ്കസ് ഒരു ലാറ്ററൽ മെനിസ്കസ് ഉള്ളത്. These structures help to distribute body weight across the knee joint, improve stability, protect the articular cartilage from wear and tear ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ബോഡി വെയ്റ്റിനെ അവിടെ ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ നീ ജോയിൻറ്റിൽ പ്രോപ്പറായിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി തരാൻ അതുപോലെ വിയർ ആൻഡ് ടിയറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെയാണ് ഈ മെനിസ്കൈ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഇത് മെനിസ്കസിൻ്റെ ഒരു അനാട്ടമിയാണ് പറയുന്നത്. സോ ഇവിടെ ഫീമർ ബോൺ കാണാം, പാറ്റല കാണാം, അതുപോലെ ഫിബില കാണാം. സോ ഈ ഫീമർ ബോണിൽ നിന്ന് പാറ്റല പിന്നെ വരുന്നത് ഫിബിലയൊക്കെയാണ്. സോ ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ബ്ലൂ കളർ, ഒരു ബ്ലൂ ഷെയ്ഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലാറ്ററൽ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ സൈഡിലും ഇന്നർ സൈഡിൽ വരുന്നതാണ് മീഡിയൽ മെനിസ്കസ് എന്ന് പറയുന്നത്. ഓക്കെ, next one is common meniscus injuries. First one is meniscal tears. These are the most common type of knee injuries and can occur due to trauma or degeneration. Tears can happen in various patterns such as longitudinal, radial, horizontal or complex. Common causes include sports injuries, twisting movements or aging. So meniscal tears എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മെനിസ്കൽ ഇഞ്ചുറി ആണ്, അല്ലെങ്കിൽ മെനിസ്കസിന് വരുന്ന ഇഞ്ചുറി ആണ്. സോ ഇത് നീ ഇഞ്ചുറീസ് ആണ്. ഇത് ട്രോമ അല്ലെങ്കിൽ ഡീജനറേഷൻ കാരണമൊക്കെ വരാവുന്നതാണ്. Next one is degenerative meniscus tears, more common in older adults. These tears occur due to wear and tear over time. The meniscus weakens and become more prone to injury. Old ഏജിലേക്ക് വരുമ്പോൾ അവിടെ മെനിസ്കസ് വീക്കാവും, അപ്പോൾ അതിന് വെയർ ആൻഡ് ടെയർ ഒക്കെ വരാം. അങ്ങനെ അപ്പോൾ ഒരു ചെറിയ ഇഞ്ചുറി വരുമ്പോഴേക്കും അതൊരു നല്ലൊരു ഇമ്പാക്റ്റ് വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് വൺ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ ഇഞ്ചുറീസ്, മെനിസ്കസിന് ഇഞ്ചുറീസ് വരുമ്പോഴുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് മെനിസ്കസെക്ടമി, റിമൂവിങ് ദി ഡാമേജ്ഡ് പാർട്ട് ഓഫ് ദി മെനിസ്കസ്. സർജിക്കൽ റിമൂവൽ ഓഫ് മെനിസ്കസ് ആണ് മെനിസ്കസ് എക്ടമി വരുന്നത്. മെനിസ്കസ് റിപ്പയർ എന്ന് പറയുന്നത് സ്യൂച്ചറിങ് ദ ടോൺ പീസസ് together. This is often preferred especially in younger patients as it preserves the meniscus and its function. Meniscus repair എന്ന് പറഞ്ഞാൽ ഒരു പീസ് ടേൺ ആയി ടിയർ ആയി വരികയാണെങ്കിൽ അതിനെ സ്യൂച്ചർ ചെയ്യുക.
എസ്പെഷ്യലി ഇൻ യങ്ങർ ഏജിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ മെനിസ്കസിനെ പ്രിസർവ് ചെയ്ത് അതിനെ ഒരു പ്രോപ്പർ ഫങ്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടയറായ ഒരു പീസിനെ സ്യൂച്ചർ ചെയ്ത് വെക്കുന്നതിനെയാണ് മെനിസ്കസ് റിപ്പയർ എന്ന് പറയുന്നത്. Next one is meniscus transplant. In some cases, a donor meniscus may be transplanted. ഇപ്പോൾ ഒരു രീതിയിലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത മെനിസ്കസ് ഒക്കെ ആണെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അവിടെ നടക്കുക. സോ ഇനി കോഡുകൾ നോക്കാം. 29866 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കോഡ് ഓഫ് ആർത്രോസ്കോപ്പി നീ വരുന്നത്. ഓക്കെ, അതിന് മുന്നേ ആർത്രോസ്കോപ്പി ഓഫ് ഹിപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നീ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ 29866 എന്ന് പറയുന്നത് ആർത്രോസ്കോപ്പി നീ സർജിക്കൽ ആണ്. ഓസ്റ്റിയോകോൺഡ്രൽ ഓട്ടോഗ്രാഫ്റ്റ് എക്സാമ്പിൾ മൊസൈക് പ്ലാസ്റ്റി ഇൻക്ലൂഡ്സ് ഹാർവെസ്റ്റിംഗ് ഓഫ് ദി ഓട്ടോഗ്രാഫ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് സർജിക്കൽ പ്രൊസീജിയർ ആണ്, ഇൻക്ലൂഡിങ് ഓസ്റ്റിയോകോൺഡ്രൽ ഓട്ടോഗ്രാഫ്റ്റ്സ് ആണ്. മൊസൈക് പ്ലാസ്റ്റി എന്നും പറയുന്നുണ്ട്. സോ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മൊസൈക് പ്ലാസ്റ്റി എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇൻക്ലൂഡ്സ് ഹാർവെസ്റ്റിംഗ് ഓഫ് ദി ഓട്ടോഗ്രാഫ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്നതും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അവിടെ ഒരു ലിസ്റ്റ് ഓഫ് കോഡുകൾ ഡു നോട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ 29867 ആണ്. ദാറ്റ് ഇസ് ആർത്രോസ്കോപ്പി നീ സർജിക്കൽ ഓസ്റ്റിയോകോൺഡ്രൽ അലോഗ്രാഫ്റ്റ് ആണ്. അതിനും എക്സാമ്പിളായിട്ട് മൊസൈക് പ്ലാസ്റ്റി എന്ന് തന്നിട്ടില്ല. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മൊസൈക് പ്ലാസ്റ്റി എന്ന് തരും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇവിടെ രണ്ടെണ്ണത്തിലും 866-ലും 867-ലും മൊസൈക് പ്ലാസ്റ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരും. സോ ഇതിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഓട്ടോഗ്രാഫ്റ്റ് ആണോ അലോഗ്രാഫ്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം കോഡ് പിക്ക് ചെയ്യാനായിട്ട്. ഇവിടെയും കുറച്ച് കോഡുകൾ ഡു നോട്ട് റിപ്പോർട്ടും ഡു നോട്ട് റിപ്പോർട്ട് ഇൻ കൺജങ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കോഡ് 29868 ആണ്. ദാറ്റ് ഇസ് ആർത്രോസ്കോപ്പി നീ സർജിക്കൽ മെനിസ്കൽ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻക്ലൂഡ്സ് ആർത്രോട്ടോമി ഫോർ മെനിസ്കൽ ഇൻസേർഷൻ മീഡിയൽ ഓർ ലാറ്ററൽ. ഇവിടെ മീഡിയൽ ഓർ ലാറ്ററൽ ആണ്. മീഡിയൽ ആയാലും ലാറ്ററൽ ആയാലും മെനിസ്കൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് പറയുന്നതെങ്കിൽ 29868 ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ 29870 ആർത്രോസ്കോപ്പി നീ ഡയഗ്നോസ്റ്റിക് വിത്ത് ഓർ വിത്തൗട്ട് സൈനോവിയൽ ബയോപ്സി ആണ്. ഇവിടെ ആർത്രോസ്കോപ്പി ഓഫ് നീ ആണ്, ഡയഗ്നോസ്റ്റിക് പേർപ്പസ് ആണ്. അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് വിത്ത് ഓർ വിത്തൗട്ട് സൈനോവിയൽ ബയോപ്സി ആണ്. അതായത് സൈനോവിയൽ ബയോപ്സി ചെയ്താലും ഇല്ലെങ്കിലും 29870 ആണ് റിപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് എ സെപ്പറേറ്റ് പ്രൊസീജിയർ. അതായത് ഡയഗ്നോസ്റ്റിക് ആയിട്ട് മാത്രം ചെയ്താലാണ് ഈ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ കൂടെ വേറൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്താൽ നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് കോഡ് കൊടുക്കാൻ പാടില്ല. ദാറ്റ് ഇസ് ബിക്കോസ് ഒരു ഗൈഡ് ലൈൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു റൂൾ ഉണ്ട് ദാറ്റ് every surgical endoscopy consists of a diagnostic endoscopy. അല്ലെങ്കിൽ ഒരു സർജിക്കൽ എൻഡോസ്കോപ്പിയിൽ ഒരു ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ഇസ് ബണ്ടിൽഡ്. സോ ഒരു ഡയഗ്നോസ്റ്റിക് ആൻഡ് സർജിക്കൽ എൻഡോസ്കോപ്പി ഒരേ സൈറ്റിൽ ഒരേ ടൈമിൽ ഒരേ സെഷനിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സർജിക്കൽ എൻഡോസ്കോപ്പി മാത്രം കോഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ 29871 ആർത്രോസ്കോപ്പി നീ സർജിക്കൽ ഫോർ ഇൻഫെക്ഷൻ ലവേജ് ആൻഡ് ഡ്രെയിനേജ്. സോ ആർത്രോസ്കോപ്പി നീ സർജിക്കൽ ആണ്, ഫോർ ഇൻഫെക്ഷൻ ഒക്കെയാണ്, ലവേജ് ആൻഡ് ഡ്രെയിനേജ് ആണ് പറയുന്നതെങ്കിൽ 29871 ആണ്. നെക്സ്റ്റ് വൺ 29873 ഇസ് ആർത്രോസ്കോപ്പി നീ സർജിക്കൽ വിത്ത് ലാറ്ററൽ റിലീസ് ആണ്. സോ ലാറ്ററൽ റിലീസ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ 29873 കൊടുക്കുക. ഇനി തൊട്ട് താഴെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഫോർ ഓപ്പൺ ലാറ്ററൽ റിലീസ് യൂസ് 27425. അപ്പോൾ ഈ ഒരു ലാറ്ററൽ റിലീസ് 29873 വരുന്നത് എവിടെയാണ്? ആർത്രോസ്കോപ്പിയുടെ അണ്ടറിലാണ്. എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ആണ്. ഓപ്പൺ ആയിട്ട് ഇൻസിഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് 27425 എന്ന് പറയുന്നത്. ഓക്കെ, അത് തമ്മിൽ മാറിപ്പോവരുത്. നെക്സ്റ്റ് 29874 ആണ് ആർത്രോസ്കോപ്പി നീ സർജിക്കൽ ഫോർ റിമൂവൽ ഓഫ് ലൂസ് ബോഡി ഓർ ഫോറിൻ ബോഡി. എക്സാമ്പിൾ ഓസ്റ്റിയോകോൺഡ്രൈറ്റിസ് ഡിസിക്കൻസ് ഫ്രാഗ്മെൻറ്റേഷൻ കോൺട്രൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ബ്രാക്കറ്റിലുള്ള ടേംസും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം കോഡുകൾ പിക്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് 29875 ആണ് ആർത്രോസ്കോപ്പി നീ സർജിക്കൽ സൈനോവെക്ടമി ലിമിറ്റഡ് ആണ്. എക്സാമ്പിൾസ് പറയുന്നത് പ്ലിക്ക ഓർ ഷെൽഫ് റിസെക്ഷൻ ആണ്. ദിസ് ഈസ് ഓൾസോ എ സെപ്പറേറ്റ് പ്രൊസീജിയർ. അതായത് ഈ സൈനോവെക്ടമി ലിമിറ്റഡ് ഈ ഒരു കാര്യം മാത്രം, ഈ ഒരു പ്രൊസീജിയർ മാത്രമാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് 29875 കൊടുക്കാം. അതല്ല ഇപ്പോൾ സൈനോവെക്ടമി വേറെ ഏതെങ്കിലും പ്രൊസീജിയറിൻ്റെ കൂടെയാണെങ്കിൽ, സൈനോവെക്ടമി ലിമിറ്റഡ് ആണ് ചെയ്യുന്നത്,
വേറെ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിൻ്റെ കൂടെയാണെങ്കിൽ നമ്മൾ ഈ കോഡ് കൊടുക്കാൻ പാടില്ല, ആ ഒരു പ്രൊസീജിയർ കോഡാണ് കൊടുക്കേണ്ടത്. ഇനി 29876 ആണെങ്കിൽ ആർത്രോസ്കോപ്പി, നീ സർജിക്കൽ, സൈനോവെക്ടമി, മേജർ 2 or more കമ്പാർട്ട്മെൻറ്റ്സ്, എക്സാമ്പിൾ മീഡിയൽ ഓർ ലാറ്ററൽ. അതായത് ഇവിടെ സൈനോവെക്ടമി മേജർ ആണ് ചെയ്യുന്നത്, 2 or more കമ്പാർട്ട്മെൻറ്റ്സ് ആണ്, അതായത് മീഡിയൽ ഓർ ലാറ്ററൽ ഒക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ 29876 ആണ് കൊടുക്കേണ്ടത്. 29877 എന്ന് പറയുന്നത് ആർത്രോസ്കോപ്പി, നീ സർജിക്കലാണ്, ഡിബ്രൈഡ്മെൻറ്റ് ഓർ ഷേവിങ് ഓഫ് ആർട്ടിക്കുലർ കാർട്ടിലേജ് ആണ്, കോൺട്രോപ്ലാസ്റ്റി എന്ന് പറയുന്നുണ്ട്. സോ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കോഡുകൾ എടുക്കാനായിട്ട്. വെൻ പെർഫോംഡ് വിത്ത് ആർത്രോസ്കോപ്പിക് മെനിസ്കസെക്ടമി സി 29880 ഓർ 29881 എന്നാണ് പറയുന്നത്. അതായത് ഈ സൈനോവെക്ടമി പ്ലസ് മെനിസ്കസെക്ടമി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെനിസ്കസെക്ടമി മാത്രമേ കോഡ് ചെയ്യുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് സൈനോവെക്ടമീസ് ബണ്ടിൽഡ് ഇൻ മെനിസ്കസെക്ടമി ആണെന്ന് പറയുന്നു. അതായത് സൈനോവെക്ടമിയും മെനിസ്കസെക്ടമിയും ഒരേ ടൈമിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മെനിസ്കസെക്ടമിയുടെ കോഡായ 29880-881 മാത്രം കോഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെൻ പെർഫോംഡ് വിത്ത് ആർത്രോസ്കോപ്പിക് മെനിസ്കസെക്ടമിയാണ്. ആർത്രോസ്കോപ്പിയുടെ അണ്ടറിൽ മെനിസ്കസെക്ടമി ചെയ്താലാണ് നമ്മൾ സൈനോവെക്ടമി കോഡ് ചെയ്യേണ്ടാത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് കോഡ് വരുന്നത് 29879 ആണ്. ആർത്രോസ്കോപ്പി, നീ സർജിക്കൽ, അബ്രേഷൻ, ആർത്രോപ്ലാസ്റ്റി, ഇൻക്ലൂഡ്സ് കോൺട്രോപ്ലാസ്റ്റി വെയർ നെസസറി ഓർ മൾട്ടിപ്പിൾ ഡ്രില്ലിംഗ് ഓർ മൈക്രോ ഫ്രാക്ചർ ആണ് പറയുന്നത്. നെക്സ്റ്റ് 2 കോഡുകൾ ഇമ്പോർട്ടൻറ്റ് കോഡുകളാണ്. 29880, 29881. ആർത്രോസ്കോപ്പി, നീ സർജിക്കൽ വിത്ത് മെനിസ്കസെക്ടമി ആണ് രണ്ടിലും പറയുന്നത്. 29880 ആകുമ്പോൾ മെനിസ്കസെക്ടമിയിൽ മീഡിയൽ ആൻഡ് ലാറ്ററൽ ഇൻക്ലൂഡിംഗ് എനി മെനിസ്കൽ ഷേവിംഗ് ഇൻക്ലൂഡിംഗ് ഡിബ്രൈഡ്മെൻറ്റ് ഓർ ഷേവിംഗ് ഓഫ് ആർട്ടിക്കുലർ കാർട്ടിലേജ്, ദാറ്റ് ഇസ് കോൺട്രോപ്ലാസ്റ്റി, സെയിം ഓർ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് വെൻ പെർഫോംഡ് ആണ്. അതായത് 29880 പറയുന്നത് ആർത്രോസ്കോപ്പി വിത്ത് മെനിസ്കസെക്ടമി ആണ്, മീഡിയൽ ആൻഡ് ലാറ്ററൽ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, മീഡിയൽ മെനിസ്കസും ഉണ്ട്, ലാറ്ററൽ മെനിസ്കസും ഉണ്ട്. സോ മീഡിയൽ ആൻഡ് ലാറ്ററൽ മെനിസ്കസ് സർജിക്കലി റിമൂവ് ചെയ്യുകയാണ്, എക്സിഷൻ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ മെനിസ്കൽ ഷേവിംഗ് പറയുന്നു, അതുപോലെ കോൺട്രോപ്ലാസ്റ്റി പറയുന്നു, അതുപോലെ സെയിം ഓർ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആണ് എങ്കിലൊക്കെ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് 29880 ആണ്. ഇവിടെ മീഡിയൽ ആൻഡ് ലാറ്ററൽ മെനിസ്കസെക്ടമി ആണ്. രണ്ടും മീഡിയലും ലാറ്ററലും സർജിക്കലി റിമൂവ് ചെയ്യുകയാണ്. 29881 വരുമ്പോൾ ആർത്രോസ്കോപ്പി വിത്ത് മെനിസ്കസെക്ടമി, മീഡിയൽ ഓർ ലാറ്ററൽ ഇൻക്ലൂഡിംഗ് എനി മെനിസ്കൽ ഷേവിംഗ് ഇൻക്ലൂഡിംഗ് ഡിബ്രൈഡ്മെൻറ്റ് ആൻഡ് ഓർ ഷേവിംഗ് ഓഫ് ആർട്ടിക്കുലർ കാർട്ടിലേജ്, സെയിം ഓർ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് വെൻ പെർഫോംഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് 29880 മീഡിയൽ ആൻഡ് ലാറ്ററൽ ആണ്, 881 മീഡിയൽ ഓർ ലാറ്ററൽ ആണ്. ഏത് മീഡിയൽ മാത്രം അല്ലെങ്കിൽ ലാറ്ററൽ മാത്രം മെനിസ്കസെക്ടമി ചെയ്യുകയാണെങ്കിൽ 29881 ആണ്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ് പറയുന്നത്. ബട്ട് മീഡിയലും ലാറ്ററലും ഒരുമിച്ചാണോ അതോ മീഡിയൽ മാത്രമാണോ ലാറ്ററൽ മാത്രമാണോ എന്ന് നോക്കിയിട്ട് വേണം മെനിസ്കസെക്ടമി കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് 2 കോഡുകളും ഇമ്പോർട്ടൻ്റ് ആണ്. 29882, 883. ഈ 4 കോഡുകളാണ്. 29880, 881, 882, 883. ഈ 4 കോഡുകളാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത്. 29882 എന്ന് പറയുന്നത് ആർത്രോസ്കോപ്പി, നീ സർജിക്കൽ വിത്ത് മെനിസ്കസ് റിപ്പയർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ മെനിസ്കസെക്ടമി ചെയ്യും, മെനിസ്കസ് റിപ്പയർ, മെനിസ്കൽ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഓൾറെഡി 29868 എന്നുള്ളൊരു കോഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വരുന്നത് മെനിസ്കസ് റിപ്പയർ ആണ്. ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ 882 ആണെങ്കിൽ മീഡിയൽ ഓർ ലാറ്ററൽ ആണ്. ഏത് മീഡിയൽ മെനിസ്കസ് അല്ലെങ്കിൽ ലാറ്ററൽ മെനിസ്കസിൽ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ 29882 ആണ്. 29883 വരുമ്പോൾ വിത്ത് മെനിസ്കസ് റിപ്പയർ ആണ്, മീഡിയൽ ആൻഡ് ലാറ്ററൽ ആണ്. ബോത്ത് മീഡിയൽ ആൻഡ് ലാറ്ററൽ മെനിസ്കസിൽ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ 29883. ഇതെല്ലാം അണ്ടർ ആർത്രോസ്കോപ്പി ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ കോഡ് ഡിഫറൻസ് വരുന്നത്.
നെക്സ്റ്റ് കോഡ് വരുന്നത് 29884 ആണ്. ആർത്രോസ്കോപ്പി നീ സർജിക്കൽ വിത്ത് ലൈസിസ് ഓഫ് അഡെഷൻസ് വിത്ത് ഓർ വിത്തൗട്ട് മാനിപ്പുലേഷൻ. അതൊരു സെപ്പറേറ്റ് പ്രൊസീജിയർ ആണ്. 29885 എന്ന് പറയുന്നത് ആർത്രോസ്കോപ്പി ഓഫ് നീ സർജിക്കൽ ഡ്രില്ലിംഗ് ഫോർ ഓസ്റ്റിയോകോൺഡ്രൈറ്റിസ് ഡിസിക്കൻസ് വിത്ത് ബോൺ ഗ്രാഫ്റ്റിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ഇൻറ്റേർണൽ ഫിക്സേഷൻ ഇൻക്ലൂഡിംഗ് ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് ബേസ് ഓഫ് ലീഷൻ. അപ്പോൾ ഈ ഒരു ഡ്രില്ലിങ്ങിൻ്റെ കൂടെ ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് ബേസ് ഓഫ് ലീഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ്. നമ്മൾ സെപ്പറേറ്റ്ലി അത് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 29886 വരുമ്പോൾ ആർത്രോസ്കോപ്പി നീ സർജിക്കൽ ഡ്രില്ലിംഗ് ഫോർ ഇൻടാക്ട് ഓസ്റ്റിയോകോൺഡ്രൈറ്റിസ് ഡിസിക്കൻസ് ലീഷൻ ആണ്. 29887 എന്ന് പറഞ്ഞാൽ ഡ്രില്ലിംഗ് ഫോർ ഇൻടാക്ട് ഓസ്റ്റിയോകോൺഡ്രൈറ്റിസ് ഡിസിക്കൻസ് ലീഷൻ വിത്ത് ഇൻറ്റേർണൽ ഫിക്സേഷൻ ആണ്. അപ്പോൾ അത് എന്ത് ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണ് ചെയ്തത് എന്ന് നോക്കിയിട്ട് കോഡ് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളൊരു ഇമേജാണ്. ആർത്രോസ്കോപ്പി ഓഫ് നീ ആണ്. കോഡ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോർട്ടൽ ഇൻസിഷൻസ് ആർ മെയ്ഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി patella tendon ആൻഡ് കമ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി നീ ആർ എക്സാമിൻഡ് യൂസിങ് ദ ആർത്രോസ്കോപ്പ് ആൻഡ് എ പ്രോബ്. അഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ഇസ് പെർഫോംഡ് ആസ് നീഡഡ് എന്ന് പറയുന്നുണ്ട്. So I am conducting a CPC preparation class completely online ആണ്. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. ദാറ്റ് ഇസ് 1-to-1 സെഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. 15 days ആണ് ഡ്യൂറേഷൻ വരുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്ട് ചെയ്യുക. എയ്തർ എന്നെ മെയിൽ ചെയ്യുക. മൈ മെയിൽ ഐ ഡി ഇസ് medcode0907@gmail.com അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക. മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ് ആണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വരുന്നത്. If you feel this video is helpful and for more videos please do like, share and subscribe. And also നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ please do comment below. Thank you.